ഒരു വുമണിൻ്റെ റിയൽ പവർ എന്താണെന്നറിയോ? ഇറ്റ്സ് ഹർ സ്മൈൽ. നമ്മൾ ലൈഫിലൊരു പോയിന്റ് എത്തുമ്പോഴാണ് ചിരിക്കൊക്കെ ഇത്രയും അർത്ഥമുണ്ടോ, അല്ലെങ്കിൽ ചിരിയൊക്കെ ലൈഫിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ചെറുതായിരിക്കുമ്പോൾ എല്ലാവരും പറയില്ലേ, മോളെ എല്ലാവരുടെ അടുത്തും നോക്കി ചിരിക്കണം, എല്ലായിടത്തും നല്ല രീതിയിൽ നിൽക്കണം, അങ്ങനെയാണെന്ന് ഇങ്ങനെയൊക്കെ പറയാറില്ലേ. അപ്പോൾ നമ്മളതനുസരിച്ച് ചിരിച്ചൊക്കെ നിൽക്കുമ്പോൾ എല്ലാവരും പറയും, നല്ല കുട്ടി, അത് എല്ലാവരോടും കണ്ടാൽ ചിരിക്കും, നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഫേസ് ആണെന്നൊക്കെ പറയും. അപ്പോൾ നമ്മളിങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് ഇപ്പോൾ ഒരു ടീനേജ് ഏജിലെത്തുമ്പോഴേക്കും നമ്മൾ കേൾക്കുന്നത്, അവൾ ആരെ കണ്ടാലും ചിരിക്കുന്ന ഒരു ടൈപ്പാണ് എന്നുള്ളൊരു ഇത് വരും. അപ്പോൾ ആക്ച്വലി സ്പീക്കിംഗ് നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവും, ടെൻസ്ഡ് ആവും. എന്താ ഇനിയിപ്പോൾ ചിരിക്കണോ വേണ്ടേന്ന് തോന്നും. ചിരിക്കാതിരിക്കുമ്പോൾ ആൾക്കാർ പറയും, അവൾ ഭയങ്കര ജാടയാണ്, ഭയങ്കര ഹെഡ് വെയിറ്റാന്നൊക്കെ പറയും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു mid-20s എത്തുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചിരിക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഒരുപാട് ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആക്ച്വലി സ്പീക്കിംഗ് ദേ ആർ വെരി സ്ട്രോങ്. ബിക്കോസ് സ്മൈൽ ക്യാൻ ഹോൾഡ് എ ലോട്ട് ഓഫ് സ്ട്രെങ്ത്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതം അപ്സൈഡ് ഡൗൺ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിരിക്കുക എന്ന് പറയണത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. പക്ഷെ നമ്മൾ ചിരിച്ചുകൊണ്ട് എല്ലാത്തിനും നേരിടും. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ചുറ്റുമുള്ളവരെ സ്ട്രോങ് ആക്കാനും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, അവരാരും വിഷമിക്കരുത്, അല്ലെങ്കിൽ അവർ നമ്മളെ പറ്റി ആലോചിച്ച് ടെൻഷനോ വേറെ ചെയ്യരുതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിരിക്കും, അല്ലേ? നമ്മളെല്ലാം എന്ത് ലൈഫിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ചിരി കൊണ്ട് നേരിടും. ദാറ്റ്സ് എ റിയൽ പവർ ഓഫ് എ വുമൺ. ചിരിക്കുന്ന എല്ലാവരും ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരല്ല, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. കാരണം എന്താണെന്ന് അറിയാം? ബിക്കോസ് ദേ ആർ ദ വൺസ് ഹു ചൂസ് പീസ് ഓവർ ദ പെയിൻ. സോ നെക്സ്റ്റ് ടൈം when you look at your mirror, just smile and be proud of how far you have come.